ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് പേര് ഭക്ഷണത്തിന് കൊല്ലം നഗരത്തിലെ ഹോട്ടലുകളെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ? അവിടെയൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഹോട്ടലുകളും ഹോസ്റ്റലുകളും അല്ലാതെ മറ്റൊരു ആശ്രയമില്ല. ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ കണ്ടല്ലോ, സമൃദ്ധിയിൽ വിറകടുപ്പിലേക്ക് മാറുകയാണ്. പക്ഷേ എന്നാലും വലിയ പ്രതിസന്ധിയാണ്, വിറക് കിട്ടാനില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോയി വിറകൊക്കെ ശേഖരിച്ച് തുടങ്ങണം. ജയശങ്കർ, എന്താണ് കൊല്ലത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ് ജയശങ്കർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമ്മൾ ഓരോ ദിവസം കടന്നു ചെല്ലുന്ന ഹോട്ടലുകൾ അതിങ്ങനെ അടച്ചുപൂട്ടുന്ന കാഴ്ചയാണുള്ളത്. കൊല്ലം നഗരത്തിൽ തുറന്ന ഹോട്ടലുകൾ കണ്ടുപിടിക്കാനാണ് പാട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ പോളയത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. മിക്ക ഹോട്ടലുകളും നഗരത്തിൽ അടച്ചു. രാവിലെ അടച്ച ഹോട്ടലുകൾക്ക് മുമ്പിൽ പോയി ശോകമായാണ് അങ്ങനെ ഒരു തുറന്ന ഹോട്ടൽ കണ്ടെത്താനുള്ളൊരു ശ്രമം നടത്തിയത്. പല ഹോട്ടലിലും പരിമിതമായ രീതിയിലാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കുറ്റി 2 കുറ്റിയൊക്കെ മാത്രമേ ഹോട്ടലുകളിൽ ഇനി സ്റ്റോക്കുള്ളൂ. അത്യാവശ്യം ചായയും ചെറിയ ലഘുഭക്ഷണങ്ങൾ മാത്രമാണ് ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്നത്. ചേട്ടാ, എന്താ നാളത്തോടെ പൂട്ടും? നാളെ തൊട്ട് പൂട്ടാൻ സാധ്യതയില്ല. എന്നാലും എനിക്ക് ഒരു സിലിണ്ടർ ഉണ്ട്. പിന്നെ പൊടിയെടുപ്പൊക്കെ നിറച്ച് ഇങ്ങനെ ഇന്നലെ പൊടിയെടുപ്പ് ക്രമീകരിക്കും. പൊടിയെടുപ്പ് നിലച്ചിട്ട് 3-4 വാങ്ങിയായിരുന്നു. അത് മേടിച്ചിട്ട് ഇന്നുള്ള ലഞ്ചിനുള്ള എല്ലാം അതിലാണ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ചായക്കും ആകെയുള്ള ഈ സിലിണ്ടർ ഉണ്ട്. പിന്നെ അകത്ത് അടുക്കളക്കകത്ത് ഒരു ചെറിയ കുറച്ച് സിലിണ്ടർ ഉണ്ട്. പ്രതിസന്ധിയാണ് മൊത്തത്തിൽ. പഴയ പോലെ കച്ചവടം നടക്കുന്നത്. കച്ചവടം ഉണ്ട്, പക്ഷേ കൊടുക്കാൻ സാധനമില്ല, സിലിണ്ടർ ഇല്ല. അത് ശരിയാവുന്ന അറിയും. ഒന്നും അറിയത്തില്ല. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഡോക്ടർ അരുൺ. എല്ലാ ഹോട്ടലുകാർക്കും ഇതേ കഥകൾ തന്നെയാണ് പറയാനുള്ളത്. രാവിലെ ഒരുപാട് ആളുകളൊക്കെ തന്നെ വരുന്ന പല ഹോട്ടലുകളും ഇപ്പോൾ പൂട്ടിയിരിക്കുന്നു. ആളുകൾ ഏത് തുറന്നിരിക്കുന്ന ഹോട്ടൽ ഏതെന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇതിനപ്പുറത്ത് തന്നെ മറ്റൊരു ഹോട്ടലുണ്ട്. അതും പരിമിതമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തോടുകൂടി അവിടുത്തെ ഗ്യാസ് കുറ്റികളും അവസാനിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധി കൊല്ലത്തെ ഹോട്ടലുകളിലുണ്ട്. കാരണം രാവിലെയൊക്കെ തന്നെ നിരവധി ആളുകളാണ് ഈ ഭക്ഷണം കഴിക്കുന്നതിനും വാങ്ങുന്നതിനൊക്കെ തന്നെ വരുന്നത്. അത്തരം ഹോട്ടലുകളിലാണ് ഈ ഒരു പ്രതിസന്ധി ബാധിക്കുന്നത്. ചേട്ടാ, നമുക്കിങ്ങനെ ഗ്യാസൊക്കെ ഉണ്ടോ? ഗ്യാസ് വളരെ ചുരുക്കമാണ്. മിക്കവാറും ഇന്നും വൈകിട്ട് കൂടി ക്ലോസ് ആവാൻ സാധ്യത ഉണ്ട്. നമ്മൾ പകരം സംവിധാനം എന്തെങ്കിലും നോക്കുന്നുണ്ടോ? പകരം സംവിധാനം ഇതുവരെ ഒന്നും ആയിട്ടില്ല. പ്രതിസന്ധിയാണ്. പ്രതിസന്ധിയാണ്. മുമ്പോട്ട് പോകുന്നറിയില്ല. അറിയില്ല. ഓക്കെ, താങ്ക് യു ജയശങ്കർ. പലയിടങ്ങളിലും ഇതാണ് അവസ്ഥ. ഇന്ന് ചില ഹോട്ടലുകൾ പൂട്ടും, ചില ആശങ്കയുള്ളത് ഹോസ്റ്റലുകൾ പൂട്ടുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ കരുതിയിരിക്കുക. നമുക്കൊരു സംവിധാനം വേണം. ഇതിൽ സംവിധാനത്തെക്കുറിച്ച് കൂടി ആലോചിക്കുക.